ബംഗ്ലാദേശിന്റെ ബോർഡർ സെക്യൂരിറ്റി ഗാർഡ് അതായത് BGBയും ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സായ BSFന്റെ ഉദ്യോഗസ്ഥന്മാർ ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന മീറ്റിംഗിൽ ഇന്ത്യ ഒരു കർശനമായ ഒരു മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് നൽകി. കാരണം അതിർത്തി കടന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ പറഞ്ഞു മനസ്സിലാക്കണം, അവരെ പിന്തിരിപ്പിക്കണം, ഇല്ലെങ്കിൽ ശക്തമായ നടപടിക്ക് ഇന്ത്യക്ക് മുതിരേണ്ടി വരും എന്ന ഒരു വിവരം അവരെ കൈമാറിയിരുന്നു. ഏതായാലും അത്തരത്തിൽ തന്നെ തങ്ങളുടെ ആളുകളെ അത് പറഞ്ഞു മനസ്സിലാക്കാമെന്ന് ഡയറക്ടർ ജനറൽമാരുടെ ഒരു യോഗത്തിൽ ധാക്കയിൽ വെച്ച് തീരുമാനമായതായിട്ട് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇരു രാജ്യത്തിലെയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുകൾ ജാഗ്രത പാലിക്കാനും അതിർത്തി കടന്നു വരുന്ന നുഴഞ്ഞുകയറ്റക്കാരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം, ഇല്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. ഇതിനിടയിൽ ഈ BSF ചില ബംഗ്ലാദേശി പൗരന്മാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ബംഗ്ലാദേശ് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അതിനകത്ത് BSF പറയുന്നത് തങ്ങൾ അത്തരത്തിൽ ചെയ്തിട്ടില്ല എന്ന് BSF മുമ്പ് പറഞ്ഞിരുന്നതാണ്. ഏതായാലും മറ്റു ചില തീരുമാനങ്ങൾ കൂടി ഈ യോഗത്തിൽ ഉണ്ടായതായിട്ടാണ് വിവരം. കള്ളക്കടത്ത് തടയുന്നതിന് ഒരു തീരുമാനമായിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിൽ നിന്നും വരുന്ന കള്ളക്കടത്ത്, അത് കൂടാതെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ നുഴഞ്ഞു കയറി ഇന്ത്യയിലെത്തി കാലികളെ മറ്റുമൊക്കെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നു. അതൊക്കെ ഒഴിവാക്കാൻ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബംഗ്ലാദേശിന്റെ വ്യോമാതിർത്തി ലംഘിക്കരുത് എന്ന ഒരു നിർദ്ദേശവും ബംഗ്ലാദേശ് മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന കാര്യങ്ങളിൽ രണ്ടു കൂട്ടരും ചർച്ച ചെയ്ത് അതൊരു തീരുമാനത്തിലെത്തണം. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളിലും തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു തീരുമാനവും ഈ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു യോഗത്തിന്റെ തീരുമാനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അനധികൃത ബംഗ്ലാദേശികളെ പുറത്താക്കുമെന്ന്. ഈ ഒരു വിവരം കൂടി BSF ഇപ്പോൾ ബംഗ്ലാദേശിന് നൽകിയിരിക്കുകയാണ്. BSF പറയുന്നത് ഈ അനധികൃതമായി ഇന്ത്യയിൽ താമസിക്കുന്ന ബംഗ്ലാദേശികളെ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ തങ്ങൾ പുറത്താക്കും, അത് ബംഗ്ലാദേശിലേക്ക് ഞങ്ങൾ കൈമാറുന്നതാണ് എന്നാണ്. ഇതിലും ഇപ്പോൾ ബംഗ്ലാദേശ് സമ്മതം അറിയിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് മലയാളം.